നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഉറങ്ങിയില്ലേ? കാർത്തിമോനോർത്ത് ഒരു സമാധാനമില്ല, അതുകൊണ്ട് ഉറക്കം വന്നില്ല. അവന്റെ കാര്യത്തില് എല്ലാവർക്കും ദുഃഖമുണ്ട്. അവള് വഞ്ചിച്ചിട്ട് പോയി. നേരിടുന്ന അപമാനം ചെറുതല്ല. അതിന് സ്വീകരിക്കേണ്ട മാർഗവും ഇതല്ലല്ലോ. മീനാക്ഷി അവന് മുറപ്പെണ്ണാണ്. മൈഥിലിയുമായി വിവാഹമോചനം നടത്തിയിട്ട് അവളെ അവന് കല്യാണം ആലോചിക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കല്യാണം കഴിക്കണമെങ്കിൽ നമ്മളാരും ഇഷ്ടപ്പെട്ടാൽ പോരാ, മീനാക്ഷിക്ക് ഇഷ്ടപ്പെടണം. പെണ്ണിന്റെ ഇഷ്ടം നോക്കാതെ ഞാൻ കല്യാണം കഴിച്ച അന്ധകാരകാലം കഴിഞ്ഞുപോയി. അതൊക്കെ 18-ാം നൂറ്റാണ്ടില. ഒരു കുടുംബജീവിതം എന്ന് വെച്ചാൽ ഈക്വൽ പാർട്ണർഷിപ്പാ. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം അംഗീകരിക്കണം, സ്നേഹിക്കണം. അത്തരം മനോഹരമായൊരു കുടുംബജീവിതം തകർത്തവനാ ഞാൻ. അതോടെ ഞാനും തകർന്നു. എനിക്ക് സമാധാനമേ ഇല്ല. എന്തിനി ജീവിക്കുന്നു വരെ തോന്നിപ്പോവുക. ആത്മഹത്യ അപമാനമാണ്. ഏറ്റ അപമാനങ്ങൾക്കെല്ലാം അപ്പുറമാണ്. അറിയാവുന്നവർ പരിഹസിക്കും, തന്നെയുമല്ല അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ എന്തു പറഞ്ഞ ജേട്ടനെ ആശ്വസിപ്പിക്കുക? അമ്മ അറിഞ്ഞ തന്നെയുമല്ല, എനിക്കിപ്പോ ജേട്ടനൊരു അന്യന. ദേവി, ഞാൻ പോയിക്കോട്ടെ ചേട്ടാ. രാത്രിയായി. നമ്മള് രണ്ടുപേരും മാത്രം ഇങ്ങനെ നിൽക്കുന്നതില് എന്തായാലും ഒരു ശരികേടുണ്ട്. എന്ത് ശരികേട്? എന്താ ദേവി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ചേട്ടാ? ദേവി, നിന്നെ ഞാൻ വേദനിപ്പിച്ചതിനും കരയിപ്പിച്ചതിനും ദൂരെ നിന്നെങ്കിലും മാപ്പ് പറയാനും പ്രായശ്ചിത്തം ചെയ്യാനും നീ എനിക്കൊരു അവസരം പോലും തരുന്നില്ലല്ലോ. അതെങ്കിലും മതിയായിരുന്നു. അതുപോലും നീ എനിക്ക് നിഷേധിക്കുകയാണല്ലോ ദേവി. എന്താ ചേട്ടാ ഇത്? എനിക്ക് ചേട്ടനോട് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിനൊക്കെ പ്രസക്തിയുള്ളൂ. എനിക്ക് ചേട്ടനോട് ഒരു പരിഭവവും ഇല്ല ദേവി. പക്ഷേ കാലത്തിന്റെ നീതി നിയമവും നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. ഞാൻ എന്റെ മകളായി ഏറ്റെടുത്ത എന്റെ മീനാക്ഷിയുടെ അച്ഛൻ എന്നതിലപ്പുറം യാതൊന്നും ഇപ്പൊ ചേട്ടനോട് എന്റെ മനസ്സിലില്ല. കൊട്ടിയടച്ച വാതിലുകളിൽ തിരികെ തട്ടാൻ പാടില്ല. കാരണം ഒരിക്കൽ പടിയിറക്കി വിട്ടതാ നമ്മുടെ മനസ്സിനെ. മനസ്സ് പലതും അംഗീകരിച്ചു എന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.